ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് ചേനത്തണ്ട് തോരൻ. അപ്പോൾ ഇതാണ് ചേനത്തണ്ട്. ചേനത്തണ്ട് ഇത് തൊലിയോട് ഉൾപ്പെടെയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തൊലി ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങി പോരും. കണ്ടോ, ഇങ്ങനെ നമ്മളെല്ലാം തൊലിയെല്ലാം എടുത്തിട്ടാണ് നമ്മൾ അരിയേണ്ടത്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ. ഇപ്പം നമ്മൾ ചേനത്തണ്ടെല്ലാം നല്ലതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് തോരനല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി വൻപയർ ഞാൻ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേവിക്കാൻ നേരം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ മുറി ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ തിരുമി അതിന് ഒരു ഹാഫാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിലും ചേർത്താൽ മതി. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരല്പം ചെറിയ ജീരകം കൂടെ. ഇതിനകത്ത് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പയർ വേവിച്ചപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തും കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കല്ലിലോ വെച്ച് ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ തേങ്ങയെല്ലാം ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് കടുക് വറുക്കുമ്പം ചേർക്കാൻ വേണ്ടി കുറച്ച് ഒരു 3 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചൂട് കട്ടിയുള്ള ഒരു ചെറിയൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഒരു ടേസ്റ്റ്. നമ്മൾ നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, അതാണ് ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചേനയും ചേനത്തണ്ടും ഒക്കെ വളരെ നല്ലതാണ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ചേന. ആർക്ക് വേണമെങ്കിലും, അസുഖക്കാരൊക്കെ ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചേന. ചേനക്കറി, ചേന മെഴുക്കുവരട്ടി, പിന്നെ ചേന പുഴുങ്ങിയത്, പിന്നെ ഈ ചേനത്തണ്ട് തോരൻ, ഇതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ചേനത്തണ്ട് കൊണ്ടുള്ള തീയലൊക്കെ വെക്കും, അതും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചേന. ഇനി നമുക്കിതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വൻപയറും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ വൻപയറിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അത് ഉൾപ്പെടെ നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനിയിപ്പോൾ നമുക്ക് തീ കുറച്ച് കൂട്ടി വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പം ചേനയും ചേനത്തണ്ടും ഒക്കെ ഉള്ളവർ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കണം. കാരണം ഈ പയറും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണമല്ലോ. പിന്നെ അതിനകത്തെ വെള്ളം, പയർ വേവിച്ച വെള്ളം നമ്മൾ കളയണ്ട, അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഇതായിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട്. ഇതാ കണ്ടോ, നമ്മുടെ ചേനത്തണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ നാടൻ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്